Hi guys, welcome back to Harrow's Carnival. സോറിയോ നായികയുടെ വേഷത്തില് ഒരു വൈസ് മിസ്സിനെ കാണാൻ വന്നേക്കാണ്. ഇവളുടെ കൂടെ തന്നെ ജെസിക്ക എന്ന പേരില് നമ്മുടെ മിസ്സിസ് ക്യാങ് ഉണ്ട്. ഇവര് ചില തിരമറികളെ പറ്റി എഡ്യൂക്കേഷൻ വൈസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഈ ഒരു സ്ത്രീയെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗ്നങ്ങിൽ വരാനിരിക്കുന്ന ചില സ്കൂളുകളെ റീലൊക്കേറ്റ് ചെയ്ത് ഡാൻറ്റയും കൂട്ടാളികളും അവരുടെ ഷോൺസോ ഡിസ്ട്രിക്റ്റിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഇവരെ കൂട്ടുപിടിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ക്യാങ്ങിനെയാണ്. ഇവർക്ക് ഈ ഒരു ഷോൺസോ ഡിസ്ട്രിക്റ്റിനെ ഒരു എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറ്റണം. കൊറിയയിലെ നമ്പർ 1 സ്കൂളുകളെ ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇവരിതൊക്കെ ചെയ്യുന്നത് ഷോൺസോയിലുള്ള ഇവരുടെ റിയൽ എസ്റ്റേറ്റിന് വില കൂടാൻ വേണ്ടിയാണ്. ഡാൻറ്റയും ആ ഒരു മിനിസ്റ്ററുമായിട്ടൊക്കെയുള്ള ആ ഒരു വിഷ്വൽസ് ഒക്കെ ഈ ഒരു വൈസ് മിനിസ്റ്ററിനെ സൂര്യോൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വൈസ് മിനിസ്റ്ററും ആ ഒരു മിനിസ്റ്റർ ക്യാങ്ങും വളരെ വലിയ ശത്രുക്കളാണ് കേട്ടോ. അപ്പൊ ഇവരുടെ സഹായം ഇവള് തേടുകയാണ്. ഇവരുടെ ഒരു സത്യങ്ങളൊക്കെ ഞാൻ തന്നെ പുറത്തുകൊണ്ടുവന്നു, പക്ഷേ മാമിന്റെ സഹായം എനിക്ക് വേണം. ഈ ഒരു സ്കൂൾ ഒരിക്കലും റീലൊക്കേറ്റ് ചെയ്യരുത്, അതിന് മാം എന്നെ സഹായിക്കണം. ഇവിടെ നമ്മുടെ ഹായാണെങ്കിൽ ഇപ്പം ആ ഒരു റൂമിലാണ് കേട്ടോ. അവനോട് ആ ഒരു മിസ്റ്റീരിയസ് വ്യക്തി സംസാരിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഞാനൊരു ബ്രെയിൻ സ്പെഷ്യലിസ്റ്റ് എന്നല്ല, ഇങ്ങനെ പോയാ ഇവൻ ഉറപ്പായും മരിച്ചോവും, എത്രയും പെട്ടെന്ന് ഇവനെ ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് മാറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ എന്തോ ഒരു ഇഞ്ചക്ഷൻ ഈ ഒരു ലോഗിന് കുത്തിവെക്കാൻ ശ്രമിക്കുന്ന സമയം സ്യോജനെ തടയുകയാണ്. എന്ത് മരുന്നാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഓരോ മരുന്നുകളും ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. നിനക്ക് എന്ത് മരുന്ന് വേണമെങ്കിലും ആ ഒരു നേഴ്സിനോട് നീ പറഞ്ഞാൽ മതി. പിന്നെ വലിയ ഡോക്ടറാണെന്നൊന്നും നീ അഭിനയിക്കണം. നിന്റെ ലൈസൻസ് ഒക്കെ പോയതല്ലേ, ഇവന്റെ ജീവൻ നീ ഒന്ന് രക്ഷിച്ച് തന്നാ മതി. ഇതൊക്കെ ആയിട്ട് ഹായ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, നീ ആരാ? എനിക്കറിയാം എന്നെ പറ്റി എല്ലാ കാര്യങ്ങളും നിനക്കറിയാവുന്ന. നീ ആരാ? നീ തുറന്നു പറ. നീ ഡാൻറ്റയാണോ? നീയാണോ എന്നെ ജയിലിൽ നിന്ന് പുറത്തുകൊണ്ടത്? എന്നെ നീ യൂസ് ചെയ്യല്ലേ എന്നൊക്കെ ഇവനെങ്ങനെ ആകെ ദേഷ്യത്തോടെ പറയാൻ കേട്ടോ. വീണ്ടും ആ ഒരു മരുന്ന് നമ്മുടെ ലോകിന്റെ ദേഹത്തേക്ക് ഇവൻ കുത്തിവെക്കാൻ ഒരുങ്ങുമ്പം ഈ ഒരു വ്യക്തി, അതായത് നമ്മുടെ സ്യോജിൻ എംബ്യോളുടെ പേര് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്താണ്. ഞാൻ പറയുന്നതിനെതിരായിട്ട് നീ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നിന്റെ മകൾ എംബ്യോളിനെ ഞാൻ എന്നേക്കുമായിട്ട് ഈ ഒരു ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കും. ഇത് കേട്ട് ആ ഒരു മരുന്ന് അവിടെ കളഞ്ഞോണ്ട് നമ്മുടെ അവിടുന്ന് പോവാണ് കേട്ടോ. സ്യോജിന് ആവശ്യം ഇത് തന്നെയായിരുന്നു. ഈ ഒരു മിസ്റ്റീരിയസ് വ്യക്തി ഡാൻറ്റ ആണെന്ന് വിശ്വസിക്കണം. ഇവിടെ നമ്മുടെ ഡാൻറ്റയും ലിയോ ഒക്കെ ഒരു ആർക്കിടെക്റ്റിനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇവര് അയാളുടെ കൂടെ എന്തൊക്കെയോ എഗ്രിമെന്റ്സിലൊക്കെ സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട്. അയാളുടെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്ത് ലീ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇയാൾക്ക് വലിയൊരു തുക തന്നെ ഇവര് കൈക്കൂലിയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ നായിക സൂര്യന്റെയും ജെസിക്കയുടെ മുമ്പിൽ ആ ഒരു ആർക്കിടെക്ട് ഇരിക്കുകയാണ്. ഇയാള് ഡാൻറ്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കൈക്കൂലിയുടെ പടമൊക്കെ ഇവരവനെ കാണിക്കാണ്. നിങ്ങൾ ഈ ഒരു തെളിവൊക്കെ ഉണ്ടാക്കി എടുത്തേലേ എന്നൊക്കെ ഈ ഒരു ആർക്കിടെക്ട് ചോദിക്കുമ്പം നമ്മുടെ മിസ്സിസ് ക്യാങ് ആണെങ്കിൽ അവരുടെ അടുത്ത് അലങ്ങനെടുത്ത് ഇവരെ അടിക്കാണ് കേട്ടോ. അപ്പൊ സൂര്യോൻ ഇവന്റെ മുമ്പിലേക്ക് ഒരു എഗ്രിമെന്റ് എഴുതി വെക്കുകയാണ്. അത് ഷോങ്ങ കൺസ്ട്രക്ഷനുമായിട്ട് ഇവരൊരിക്കലും വർക്ക് ചെയ്യില്ല. ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് അതിൽ സൈൻ ചെയ്യാൻ നോക്കാണ്. അവരിങ്ങനെ സൈൻ ചെയ്യാതിരിക്കുന്ന ടൈമില് മിസ്സിസ് ക്യാങ് അവിടെ നിന്ന് ഫയൽ എടുത്ത് ഇവരെ അടിക്കാണ് കേട്ടോ. എന്താടാ നീ സൈൻ ചെയ്തില്ലേ? അങ്ങനെ അവസാനം പേടിച്ച് ഇവൻ ആ ഒരു എഗ്രിമെന്റിൽ സൈൻ ഇട്ട് കൊടുക്കാണ്. ആ ഒരു പണം നീ തന്നെ വെച്ചേക്ക് എന്ന് സൂര്യോൻ പറയാണ്. ഹോന്റെ ഫോണിലേക്ക് കെങ് ഒരുപാട് വട്ടം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അവസാനം അവൻ ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാണ്. അപ്പൊ കെങ് ഇന്ന് അബ്രോഡിലേക്ക് പോവാണ്, ഇറ്റലിയിലേക്ക് അവളുടെ പഠനത്തിനായിട്ട് അവള് പോവാണ്. ഇത് കേട്ട് ഹുനോട് ദേഷ്യപ്പെടാണ്. ഇപ്പോഴാണോ നീ ഒരു കാര്യം എന്നോട് പറയുന്നത്? അല്ല, നീ അമ്മയുടെ അനുവാദം വാങ്ങിച്ചായിരുന്നോ? അപ്പൊ ഇവള് പറയുന്നത്, ചേട്ടൻ തന്നെ അമ്മയോട് പറഞ്ഞാ മതി, അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ അവരുടെ മകളല്ലെന്ന്. അപ്പൊ ഹൂൻ പറയുന്നത്, എടി നീ ആ ഒരു കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു. അപ്പോഴത്തെ ദേഷ്യത്തിനാണ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. കെങ്ങാണെങ്കിൽ ആ ഒരു എയർപോർട്ടിലേക്ക് ഇവരോട് വരാൻ പറയാണ്. പക്ഷെ ഇവനത് നിരസിക്കുകയാണ്. ഇനി എനിക്ക് ഇങ്ങനൊരു പെങ്ങളെ ഇല്ല എന്ന് പറഞ്ഞവൻ ആകെ ദേഷ്യത്തോടെ ആ ഒരു ഫോൺ കട്ട് ചെയ്യാണ്. നമ്മുടെ കെങ് ആകെ വിഷമിച്ചിരിക്കാനായിട്ട് ഇവള് ഭയങ്കര സമാധാനത്തോടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഹൂനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹൂനാണെങ്കിൽ സൂര്യനോട് കെങ് എബ്രോഡ് പോകുന്ന കാര്യം അറിയിക്കുകയാണ് കേട്ടോ. ഇവൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒന്നും പേടിക്കണ്ട, എന്തായാലും അവളുടെ ആഗ്രഹവും എബ്രോഡ് പോയി പഠിക്കണമെന്നല്ല. അച്ഛൻ്റെ അടുത്ത് നിന്ന് അവൾ മാറി നിൽക്കുന്നത് തന്നെ അവൾക്ക് നല്ലത്.
പിന്നെ എനിക്കറിയാം റോനയുടെ അമ്മയുടെ മരണത്തിന്റെ രഹസ്യമല്ലേ അമ്മ തേടിക്കൊണ്ടിരിക്കുന്ന, ഞാനും അമ്മയുടെ കൂടെ ചേരട്ടെ. അപ്പം സൂര്യൻ പറയുന്നുണ്ട്, എനിക്കറിയാം മോനെ, നിനക്ക് ഒരുപാട് റോനയെ ഇഷ്ടമാണെന്ന്, പക്ഷേ അതെല്ലാം നീ മറക്കേണ്ടി വരും. കാരണം അവളുടെ അമ്മയുടെ മരണത്തിൽ നിന്റെ അച്ഛനും പങ്കുണ്ട്. ഈ ഒരു സത്യങ്ങളൊക്കെ അവളെ മനസ്സിലാക്കിയ ഒരിക്കലും അവൾക്കൊന്നിനോട് ക്ഷമിക്കാൻ സാധിക്കില്ല മോനെ. ഇതെല്ലാം കേട്ട് ഹൂനാകെ തകർന്ന് നിൽക്കാണ്. കാരണം അവന് ഒരുപാട് റോനെ ഇഷ്ടമാണ്. അവൻ പറയാണ്, അതെ അച്ഛൻ പറഞ്ഞ സത്യം തന്നെ, അയാൾ ചെകുത്താനാണെങ്കിൽ ഞാനും ചെകുത്താൻ തന്നെയല്ലേ, ഒരിക്കലും റോനയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ ഹൂൻ അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സമയം നമ്മുടെ സൂര്യോന്റെ ഫോണിലേക്ക് ഒരു കോൾ വരാണ്. വിളിച്ചത് ഹായ് ആയിരുന്നു കേട്ടോ. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവളെ അറിയിക്കാനുണ്ടെന്ന് ഇവൻ പറയാണ്. അങ്ങനെ സൂര്യോനെ വെയിറ്റ് ചെയ്ത് ആ ഒരു ജോക്കോമോ കമ്പനിയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയമാണ് അവന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വരുന്നത്. നമ്മുടെ എൻബിയോളുടെ ആയിരുന്നു കേട്ടോ. അതേ നമ്പറിൽ നിന്ന് തന്നെ ഇവന് ആ ഒരു കോളും വരികയാണ്. ഇവൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ മകളുടെ ഫോട്ടോ നിനക്ക് കിട്ടിയത്? അപ്പൊ ഈ ഒരു വ്യക്തി പറയുന്നു, എനിക്ക് നിനക്കെതിരായിട്ട് നിന്റെ മോള് മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു സത്യങ്ങളൊക്കെ നീ സുരനോട് പറയുകയാണെങ്കിൽ നിന്റെ മകളെ ഇപ്പൊ തന്നെ ഞാൻ കൊന്നുകളയും. ഇതുകൊണ്ട് നല്ല ദേഷ്യത്തോടെ തന്നെ ഹായ് ആണെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് പോവാണ്. സൂര്യനോട് വരുമ്പം ഹായ് അവിടെ ഇല്ല. പക്ഷേ ഡാൻറ്റി അവളുടെ അടുത്തേക്ക് വരികയാണ്. ഈ ഒരു ജോക്കോമോ കമ്പനിയൊക്കെ എത്ര പെട്ടെന്ന് ഒഴിപ്പിച്ചു കൊടുക്കണമെന്ന് ഇവൻ പറയുകയാണ്. സൂര്യൻ ചോദിക്കുന്നതല്ല, നിനക്ക് ഇത്രയധികം സ്ഥലം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് എന്റെ ഈ ഒരു സ്ഥലം തട്ടിയെടുക്കണമെന്ന് നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹം? ഡാൻറ്റി പറയുന്നു, ഒരുപക്ഷേ ചത്തുപോയതിന്റെ തന്തയ്ക്ക് ഇതിനുള്ള മറുപടി തരാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു ചിരിയോടെ ഡാൻറ്റി അവിടുന്ന് പോവാണ്. നമ്മുടെ ഡാൻറ്റിയും ലീം ഡോങ്പിലൊക്കെ ഒരു മീറ്റിംഗിലാണ്. ഇവരുടെ ആ ഒരു ഷോൺസോ ഡിസ്ട്രിക്റ്റിലെ ആ ഒരു പ്ലാനെ പറ്റിയാണ് ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എതിരായിട്ട് മറ്റൊരു കൺസ്ട്രക്ഷൻ ഉണ്ട് കേട്ടോ, ഡോഹെ കൺസ്ട്രക്ഷൻ. ഇതൊരു പുതിയ കമ്പനിയാണ്, പക്ഷേ അവരുടെ പ്ലാൻ എല്ലാം വളരെ ആക്യുറേറ്റ് ആണ്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ ലോബസ്റ്റ് ആരാന്ന് ഇവർക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു സ്ത്രീ വളരെ സുന്ദരിയാണ്, അവർക്കൊരു ബോഡി ഗാർഡും ഉണ്ട്, അവളുടെ പേര് ജെസിക്കയാണ് എന്നൊക്കെ ഇങ്ങനെ ലീ സംസാരിച്ചിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ഡോങ്പിലിന് ഈ ഒരു ജെസിക്ക എന്ന പേര് സ്ട്രൈക്ക് ആവുന്നു. അവൻ വേഗം തന്നെ മിസ്സിസ് കാങ്ങിനെ കാണാനായിട്ട് പോവാണ്. അന്ന് ആദ്യമായിട്ട് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്ത ടൈമില് നീ നിന്റെ പേര് പറഞ്ഞത് ജെസിക്ക എന്നായിരുന്നില്ലേ? ആ ഒരു ഡോങ്ങ കൺസ്ട്രക്ഷന് പിന്നിൽ നീയാണോ? ദയവ് ചെയ്ത് നീ അതൊക്കെ മറന്നുകളാ. നമ്മള് ടാൻജിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മോൾ ജെയിനിയും സേഫ് ആയിരിക്കും. മിസ്സിസ് കാങ് ഇവരോട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. നീ ഒരു കാവൽ നായെ പോലെ അവന്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ മോടെ സംരക്ഷണത്തിനാ. എന്താ ഇനി അവന്റെ മക്കളുടെയും കാവൽ നായായി നമ്മുടെ മകളും നിൽക്കണോ? എന്തായാലും നിന്റെ കൂട്ട് എനിക്കാവാൻ സാധിക്കില്ല, എനിക്കും എൻ്റെ മകൾക്കും നീയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മിസ്സിസ് കാങ് ആകെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ റോനയാണെങ്കിൽ ഒരു കഫേയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ കൂടെ ജേനിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റോനയ്ക്ക് ഈ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. അവൾ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഫോമും റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജേനിയും മിൻഹക്കും റോനയൊക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജേനി ഒരു കാര്യം ഇവരെ അറിയിക്കുകയാണ്. ഈ ഒരു ഷോഹ ആർട്സ് സെന്ററിൽ വിയാന എന്ന് പറഞ്ഞൊരു പെർഫോമൻസ് നടക്കുന്നുണ്ട്. ഒരു വലിയ സിംഗറിന്റെ കൺസേർട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ആഴ്ച തന്നെ അതിന്റെ കണ്ടക്ട് ആയിട്ടുള്ള ക്ലർക്ക്ലിയുടെ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ട്. ജേനി പറയുന്നുണ്ട്, എനിക്കറിയാം ഈ ഒരു ഓഡീഷനൊക്കെ ഈ സ്യോജൻ നടത്തുന്നത് അവരുടെ മകൾ എൻബിയോളിനെ തന്നെ ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ, പിന്നെ എന്തിനാണ് കുറെ കഴിവുള്ള പാട്ടുകാരെ ഇവര് കോമാളികളെ പോലെ അതിൽ പങ്കെടുപ്പിക്കുന്നത്? എടാ മിൻഹക്കെ, നിനക്കും സിയോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയല്ലേ എന്നൊക്കെ ഇവളിങ്ങനെ ചോദിക്കുന്നു. ഈ ഒരു ടൈമിൽ നമ്മുടെ റോനയുടെ മനസ്സിലേക്ക് എന്തോ ഒരു പ്ലാൻ വരുന്നുണ്ട്. സ്യോജനാണെങ്കിൽ ഈ ഒരു വിയോന പെർഫോമൻസിനെ പറ്റിയൊക്കെ എൻബിയോളിന് പറയാണ്. അപ്പൊ ഒരു ക്ലർക്ക്ലി ഇയാള് ഇവളുടെ ഒരു ടാലന്റ് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ഇവക്ക് ഉറപ്പായിട്ടും കൊറിയയുടെ പുറത്തും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പ്രസ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇവളുടെ പാട്ട് അയാൾ കേൾക്കണം. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇവള് പറയാണ്. ഇത് കേട്ട് ഇവളാകെ സന്തോഷമാവാണ് കേട്ടോ. സ്യോജനും നല്ല രീതിയിൽ സന്തോഷമാവുന്നല്ലോ. തൻ്റെ മോള് ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം മറന്നല്ലോ, അതിൽ നിന്നൊക്കെ അവള് സ്വയം മൂവ് ഓൺ ആയല്ലോ എന്നോർത്ത് സ്യോജൻ നല്ല സന്തോഷത്തോടിരിക്കുകയാണ്. ഈ ഒരു സമയം പക്ഷെ ഇവക്ക് അറിയില്ലല്ലോ, പിങ്ക് ആ ഒരു മരുന്ന് ഉപയോഗിച്ചാണ് എൻഡോളുടെ ഓർമ്മകളെ നശിപ്പിച്ച് കളഞ്ഞെന്ന്.
ദാറ്റെ സ്യോജനയുടെ ഷോങ്ങ ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും പണം ആവശ്യപ്പെടുകയാണ്. ഇവന്റെ ഷോൺസോ ഡിസക്കിലുള്ള ആ ഒരു പ്ലാന് വേണ്ടി ഇനിയും പണത്തിന്റെ ആവശ്യമുണ്ട്. സ്യോജൻ തിരികെ ഷോങ്ങ ഗ്രൂപ്പിന്റെ 10% ഷെയർ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങാണ്. അങ്ങനെ ഡാൻറ്റി ആണെങ്കിൽ തന്റെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ അവന്റെ പ്ലാനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇവൻ നല്ല രീതിയിൽ പണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവര് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഈ ഒരു പ്ലാൻ പൊളിയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഇരട്ടി ഫണ്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കുമെന്നൊക്കെ ഇവർ വാക്കുകൊടുക്കാണ്. അങ്ങനെ എൻബിയോള് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. സ്യോജൻ അവളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നാണ് ആ ഒരു പ്രസ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലർക്കും സ്യോജനൊക്കെ നല്ല കൂട്ടുകാരാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പ്രസ് മീറ്റിംഗിൽ അവർ പങ്കെടുക്കാണ്. അങ്ങനെ ആ ഒരു മീറ്റിംഗ് കഴിയുന്ന ടൈമിലാണ് ആരോ ഒരാൾ പാടുന്നത് ഇവർ കേൾക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വോയിസ് ആയിരുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സ്യോജന സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് അവളുടെ മുഖം മങ്ങുന്നത്. അത് മറ്റാരോ ആണ് പാടുന്നതെന്ന് ഇവക്ക് മനസ്സിലാവുന്നു. ക്ലർക്കാണെങ്കിൽ അവർ പാട്ട് കേട്ട് പതിയെ എണ്ണീറ്റ് അങ്ങോട്ടേക്ക് നടന്ന് പോവാണ് കേട്ടോ. സ്റ്റേജിന്റെ മറവിൽ നിന്നാണ് ഈ ഒരു പാട്ട് പാടുന്നത്. അയാൾ വന്ന് നോക്കുമ്പം അത് നമ്മുടെ രോനയായിരുന്നു. ആ ഒരു പാട്ട് അപ്പോഴേക്കും തീർന്നായിരുന്നു കേട്ടോ. രോനയാണെങ്കിൽ ഒരു ഹെഡ്ഫോണൊക്കെ വെച്ച് ഇങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് ഇവരെ കണ്ടിട്ട് അയ്യോ സോറി സാർ, ഞാൻ നിങ്ങളെ കണ്ടില്ല, ഇവിടെ ഒരാളുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ഇവളിങ്ങനെ ക്ഷമ ചോദിക്കുന്നതായിട്ട് നടിക്കാണ് കേട്ടോ. അപ്പൊ ക്ലർക്ക്ലി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, ഇത്രയും വലിയൊരു ടാലന്റ് ഉള്ള കുട്ടിയെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചല്ലോ. അല്ല നിങ്ങൾ ഇവിടുത്തെ ഒരു മ്യൂസീഷ്യൻ ആണോ? അപ്പം ഇല്ലില്ല, എനിക്ക് ആ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള ചാൻസ് പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെ രോന പറയാണ്. അപ്പൊ നമ്മുടെ ക്ലർക്ക് ആണെങ്കിൽ സ്യോജനോട് പറയുന്നു ഇത്രയും നല്ല ടാലന്റ് ഉള്ള കുട്ടിയെ നമുക്ക് പങ്കെടുപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് ക്ലർക്ക് ഇവളോട് പറയാണ്. ഇയാള് ഇവരുടെ പേര് ചോദിക്കുമ്പം എന്റെ പേര് ബേരോന. അപ്പൊ ഈ ഒരു പേര് കേട്ട് അവിടെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇവളുടെ അടുത്ത് ഓടി. അല്ല ഇതൊരു ആ ഒരു കൊലയാളിയുടെ മകളല്ലേ? അല്ല രോന, നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ എനിക്ക് തരാവോ? നിങ്ങളുടെ ഇത്രയും വലിയൊരു ടാലന്റ് ഫേമസ് മ്യൂസീഷ്യൻ ആയിട്ടുള്ള ക്ലേ കണ്ടുപിടിച്ചല്ലോ, അതിനെ പറ്റിയൊക്കെ അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രോനയാണെങ്കിൽ വളരെ നിഷ്കളങ്കതയൊക്കെ നടിച്ചിട്ട് സ്യോജന ചോദിക്കുന്നുണ്ട് അല്ല മാം, ശരിക്കും എനിക്ക് ആ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ ആ ഒരു കൺഫർമേഷൻ കിട്ടിയായിരുന്നെങ്കിൽ സ്യോജൻ മനസ്സോടെ പറയാണ് അതെ അതെ. ക്ലർക്ക്ലി പറഞ്ഞപ്പോ പിന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് തള്ളിക്കളയാൻ സാധിക്കുമോ? അങ്ങനെ ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ രോന ഇങ്ങനെ നടന്നു പോകുമ്പം സ്യോജനാണെങ്കിൽ അവളുടെ കൈ കയറി പിടിക്കാണ്. എടി ഇതൊക്കെ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ, നീ മനഃപൂർവ്വം എന്റെ മോൾ എൻബിയോളുടെ സ്ഥാനം തട്ടിയെടുത്തല്ലേ? അയ്യോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞോ? ഇതൊക്കെയാണോ നിന്റെ ചത്തുപോയ തള്ള നിന്നെ പഠിപ്പിച്ചത്? അവളും ഇതുപോലൊക്കെ ആയിരുന്നല്ലോ ചെയ്തോണ്ടിരുന്നത്. രോന പറയുന്നു എന്റെ അമ്മയെ പറ്റി നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ. കാരണം നിങ്ങളുടെ 20th ആനിവേഴ്സറി നടത്തിയ ആ ഒരു കൺസേർട്ടില് നിങ്ങൾക്ക് വേണ്ടി എന്റെ അമ്മയായിരുന്നില്ലേ പാടിയത്? അന്ന് എന്റെ അമ്മയും ഈ ഒരു പാട്ടല്ലേ പാടിയത്? ആ ഒരു പെർഫെക്റ്റ് ഹൈ എഫ് എന്താ മറന്നുപോയോ? നിങ്ങളുടെ പാട്ട് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് അന്ന് നടന്നല്ലേ? ഇത് കേട്ട് ആകെ ദേഷ്യത്തോടെ സ്യോജനാണെങ്കിൽ ഇവളെ തല്ലാനൊരുങ്ങ ടൈമില് രോന അവിടെ കൈ കയറി പിടിക്കാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ കുട്ടിയൊന്നല്ല കേട്ടോ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിരിച്ച് തിടിച്ചിട്ട് ഇവൾ അവിടെ നിന്ന് പോവാണ്. എൻബിയോളാണെങ്കിൽ നടന്ന സംഭവങ്ങളെ പറ്റി ഇങ്ങനെ ഓർക്കാണ്. ഇവള് ആ ഒരു സ്റ്റേജിന്റെ ബാക്കിലേക്ക് പാടാൻ വേണ്ടി വരികയായിരുന്നു. സെക്രട്ടറി അവളുടെ അടുത്ത് മാറിയ ടൈമില് അവിടെ മറിഞ്ഞിരുന്ന രോന പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരികയും ഇവള് പാടാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ പാടുകയും ചെയ്യാണ്. ഇത് കണ്ട് ഇവൾ ആകെ ഷോക്കോടെ അവിടെ നിൽക്കാണ്. പെട്ടെന്ന് ആളുകൾ അങ്ങോട്ടേക്ക് വരുന്ന കണ്ട് ഇവള് അവിടെ മറിഞ്ഞിരിക്കുകയായിരുന്നു. സ്യോജനാണെങ്കിൽ എൻബിയോളിനെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ നീ വിഷമിക്കണ്ട, ഇനിയും നല്ലൊരു ചാൻസ് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് എൻബിയോൾ പറഞ്ഞു ഇല്ലമ്മ എനിക്ക് വിഷമമൊന്നുമില്ല. അല്ലേ തന്നെ അവളാരാ? ഞാൻ സിയോൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് അല്ലേ. അവളാണെങ്കിൽ ഒരു ഹൈസ്കൂൾ ഗ്രാജുവേറ്റും. ഉറപ്പായും ഓഡീഷനിൽ എനിക്ക് അവളെ തോൽപ്പിക്കാൻ സാധിക്കുമേ എന്നൊക്കെ എൻബിയോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്. ഇത് കേട്ട് സ്യോജന ആശ്വാസമാണ്. അവൾ അവിടുന്ന് പോവാണ്. എൻബിയോൾ വേഗത്തിന് ഫോൺ എടുത്ത് പിങ്കിനെ വിളിക്കാണ്. ഇന്ന് രാത്രി നിങ്ങൾ എനിക്ക് കാണണം എന്ന് പറയുകയാണ്. ഇവിടെ സൂര്യോനും അതുപോലെ ക്ലർക്ക്ലിയും മീറ്റിംഗ് നടത്താണ് കേട്ടോ. ക്ലർക്ക്ലി പറയുന്നുണ്ട് ഈ ഒരു കൊറിയയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദിയുണ്ട്. പിന്നെ ഞാനിന്ന് ഷോങ്ങ ആർട്സ് സെന്റർ വെച്ച് ഒരു ടാലന്റഡ് കുട്ടിയെ കണ്ടായിരുന്നു. സൂര്യോൻ പറയുന്നു എനിക്കറിയാം നിങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നത്. അത് അവക്ക് വേണ്ടി ഒരു ഫേവർ എനിക്ക് ആവശ്യപ്പെടാനുണ്ട്. ഇവിടെ നമ്മുടെ പിങ്ക് ആണെങ്കിൽ ഹെറ പാലസിന്റെ ആ ഒരു ലിഫ്റ്റ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരു സമയമാണ് രോന അങ്ങോട്ടേക്ക് വരുന്നത്.
നിങ്ങൾ മനഃപൂർവ്വമല്ലേ എൻ്റെ കോളുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്? എനിക്കറിയാം അന്ന് രാത്രി നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന. എന്തിനു വേണ്ടിയാ നിങ്ങളതൊക്കെ മറച്ചു വെക്കുന്നത്? എംബ്യോളിനെ രക്ഷിക്കാൻ വേണ്ടിയോ അതോ നിങ്ങളെ സ്വയം തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയോ? അങ്ങനെ നമ്മുടെ ഈ ഒരു പിങ്കും രോനയായിട്ട് ഒരു പിടി വലിഞ്ഞെടുക്കാണ്. ഇതിനിടയിൽ പിങ്കിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴെ വീണാണ്. അതിൽ നിന്ന് എന്തൊക്കെയോ ഗുളികൾ താഴെ വന്ന് വീഴുന്നുണ്ട് കേട്ടോ. പിങ്ക് വേഗം തന്നെ ആ ഒരു ഗുളികളെല്ലാം നുള്ളി പറക്കി ആ ഒരു ലിഫ്റ്റിൽ കയറാണ്. പക്ഷേ 2-3 ഗുളികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇത് നമ്മുടെ രോന എടുക്കാണ്. പിങ്ക് നേരെ ചെന്നത് എംബ്യോളുടെ മുറിയിലേക്കായിരുന്നു കേട്ടോ. അതെ, ഈ ഒരു ഗുളികകളൊക്കെ ഇവക്ക് വേണ്ടിയാണ്. ഈ ഒരു ഡ്രഗ്സ് കഴിച്ചില്ലെങ്കിൽ എംബ്യോളുടെ ആ ഒരു നില ഗുരുതരമാവും. അപ്പൊ ഇവളൊരു ഡ്രഗ്സിന് വല്ലാതെ അഡിക്റ്റ് ആണ് കേട്ടോ. കാരണം ഇത് കഴിച്ചില്ലെങ്കിൽ ഇവക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോലും സാധിക്കില്ല. ഇവളുടെ ടെൻഷനെ ഒന്നും ഇവക്ക് മറയ്ക്കാൻ സാധിക്കില്ല. ഇവളാ ഒരു ഗുളിക കഴിക്കാണ്. പെട്ടെന്ന് ഇവക്ക് എന്തോ ഒരു തലകറക്കം പോലെ വരുന്നുണ്ട്. പെട്ടെന്ന് ഇവള് നോർമലായിട്ട് ആ പിങ്ക് നീ വന്നോ, ആ ഒരു ഗുളിക കൊണ്ടുവന്നോ എന്നൊക്കെ ഇവളോട് ചോദിക്കുകയാണ്. അപ്പം പിങ്ക് പറഞ്ഞല്ല, ആ ഒരു ഗുളികയല്ലേ നീ ഇപ്പൊ കഴിച്ചത്. എംബ്യോളാണെങ്കിൽ ഇവളോട് ദേഷ്യപ്പെടാണ്. നിങ്ങൾക്ക് വേണ്ടി എത്ര നേരിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാന്നറിയാവോ, ഈ ഒരു ഗുളിക നിങ്ങൾ എനിക്ക് തന്നില്ലേ എന്ന് പറഞ്ഞ് പിങ്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗുളിക തട്ടിപ്പറിച്ച് ഇവളതൊക്കെ വായിലിട്ടോണ്ട് അവിടുന്ന് പോവാണ്. അതി എംബ്യോള് ആ ഒരു ഡ്രഗ്സിന് വല്ലാതെ അഡിക്റ്റ് ആയിരിക്കുന്നു. അവളുടെ സമനില ചെറിയ രീതിയിൽ തന്നെ തെറ്റിക്കിടക്കാണ് കേട്ടോ. വേഗം തന്നെ പിങ്ക് ആണെങ്കിൽ ഡാൻറ്റിയെ ഫോൺ ചെയ്യാണ്. പക്ഷെ അവൻ ആ ഒരു കോളൊക്കെ റിജക്റ്റ് ചെയ്യാണ്. അങ്ങനെ ഡാൻറ്റിയും അതിലെ സെക്രട്ടറിയൊക്കെ കാർ പാർക്ക് ചെയ്യാൻ വരുന്ന ആ ഒരു ടൈമിൽ ആ ഒരു കാറിന്റെ മുന്നിലേക്ക് നമ്മുടെ ഈ ഒരു പിങ്ക് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്.